ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ ഒരു ഹോം ടൂർ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കമൻറ്റുകൾ ഉണ്ടായിരുന്നു, ഹോം ടൂർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ മുതൽ തീരുമാനിച്ചതായിരുന്നു ഒരു ദിവസം ഹോം ടൂർ ചെയ്യണമെന്ന്. അപ്പോൾ അതിങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. അപ്പോൾ ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഹോം ടൂർ ചെയ്യാമെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്. അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഈ വീട്ടിലേക്ക് മാറിയിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഞാനിപ്പോൾ കയറി വന്നത് ഒരു സൈഡിലെ ഭാഗം കേട്ടോ. ഇതൊരു എൽ ഷേപ്പ് മോഡലാണ്. അപ്പോൾ ഫ്രണ്ടിലൊരു വഴിയുണ്ട്, സൈഡിലൊരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മുറ്റം കേട്ടോ. അപ്പോൾ മുറ്റം പണി കുറച്ചും കൂടി ബാക്കിയുണ്ട്. മതിൽ കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് പെയിൻ്റ് അടിക്കാനുണ്ട്. വൈറ്റ് വാഷ് മാത്രമാണ് ചെയ്തിരുന്നത്. അതൊക്കെ ആകെ അലങ്കോലമായിട്ടുണ്ട് മഴ പെയ്തിട്ട്. അപ്പോൾ മുറ്റത്ത് കുറച്ച് പണിയുണ്ട്. പക്ഷേ മുറ്റം ഒന്ന് സെറ്റ് ആവാണ്ട് കേട്ടോ. മണ്ണ് കുറച്ച് ലെവലാക്കിയതൊക്കെ ഒന്ന് സെറ്റ് ആവാണ്ട്. അപ്പോൾ പെയിൻറ്റും പണിയും കുറച്ച് മുറ്റം പണിയൊക്കെ ഇനി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ടിലെ ഭാഗം. അപ്പോൾ ഈ ഗേറ്റിൽ കൂടിയാണ് വാഹനങ്ങളൊക്കെ കയറുന്നത്, ഈ ഗേറ്റിൽ കൂടിയാണ് കേട്ടോ. അപ്പോൾ സൈഡിലെ ഗേറ്റിൽ കൂടിയാണ് ഞങ്ങൾ നടന്ന് പോവാറ് കേട്ടോ. അപ്പോൾ മുറ്റത്ത് ഞങ്ങൾ ബേബി മെറ്റലാണ് കേട്ടോ പെട്ടിരിക്കുന്നത്. മുറ്റമൊക്കെ ഒന്ന് സെറ്റ് ആവാണ്ട്, മണ്ണൊക്കെ ഒന്ന് ലെവലാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ മഴ പെയ്തൊന്ന് സെറ്റായിട്ടുള്ളൂ. ഇൻ്റർലോക്ക് പോലുള്ളതൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് സമയം പിടിക്കും. ഫ്രണ്ടിൽ രണ്ട് ഭാഗത്തായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പ്ലാന്റ്സൊക്കെ നട്ടിട്ടുണ്ട്, ഫ്രൂട്ട്സിൻ്റെയൊക്കെ. പിന്നെ ഈ സൈഡിലായിട്ട് നമ്മൾ കിണറുണ്ട് കേട്ടോ. അപ്പോൾ കിണർ നമ്മൾ കല്ലുകൊണ്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതിലും പെയിൻ്റൊന്നും കൊടുത്തിട്ടില്ല. ഒക്കെ മഴ കാരണം അന്ന് ഒന്ന് വൈറ്റ് വാഷ് ചെയ്തിട്ടതായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ സിറ്റ് ഔട്ട്. നമ്മൾ ഫസ്റ്റ് ചെല്ലുന്ന സിറ്റ് ഔട്ടൊക്കെയാണ്. സിറ്റ് ഔട്ട് ഒരു എൽ ഷേപ്പാണ് കേട്ടോ. എൽ ഷേപ്പ് മോഡലാണ് സിറ്റ് ഔട്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു വുഡ് ടീമാണ് കൊടുത്തിട്ടുള്ളത്. ചുമരിൽ വുഡ് ടീമാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ ഒരു ബെഞ്ച് ഉണ്ട് കേട്ടോ. ആ ബെഞ്ച് ഞങ്ങൾ പറഞ്ഞുണ്ടാക്കിയത് തന്നെയാണ്. ഈ വീട്ടിലെ വാതിലും ജനാലയും അധികം ഫർണിച്ചറും ഞങ്ങൾ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. മരം വെച്ചിട്ട് ആശാരിയെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഉറപ്പുണ്ടാവും കേട്ടോ ഇവിടുത്തെ ഫർണിച്ചർക്ക്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് ഇരിക്കാം കേട്ടോ. അപ്പോൾ നല്ല കാറ്റും വെളിച്ചമൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു വീട്ടിൽ സിറ്റ് ഔട്ട് അത്യാവശ്യമാണ് കേട്ടോ. നമുക്ക് വൈകുന്നേരം ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനും കുട്ടികൾക്ക് കളിക്കാനൊക്കെ മുറ്റവും സിറ്റ് ഔട്ടൊക്കെ ഒരു വീട്ടിൽ അത്യാവശ്യമാണ് കേട്ടോ. ഇതാണ് മെയിൻ ഡോറ്. ഇപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്നും നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ള മെയിൻ ഡോറാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ആശാരിയെ വെച്ച് പറഞ്ഞുണ്ടാക്കിയ ഡോറ് തന്നെയാണ്. ജനാലി നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആശാരിയെ വെച്ച് നമ്മൾ പറഞ്ഞെടുത്ത മോഡലിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ് ഇവിടുത്തെ ജനലും വാതിലൊക്കെ. അപ്പം അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ. പിന്നെ വാതിൽ തുറന്ന് നമ്മൾ നേരെ ലിവിങ് ഹാളിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് കാണുന്നത് കബോർഡും ടി വി യൂണിറ്റുമാണ് കേട്ടോ. അപ്പോൾ കബോർഡും ടി വി യൂണിറ്റും ഒന്നിച്ചാണ് കേട്ടോ, ഒരു വാളിൽ ഒന്നിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. കബോർഡും ടി വി യൂണിറ്റും മൾട്ടിവുഡിലാണ് കേട്ടോ. മൾട്ടിവുഡിലാണ്. വൈറ്റും വുഡും ടീം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് സെറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ വുഡിൻ്റെ സെറ്റി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ സെറ്റി ഉണ്ട്. അവിടെ മുകളിലായിട്ട് ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സീലിങ്ങിൽ നമ്മൾ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാനും ജിപ്സും എല്ലാം വുഡ് ആൻഡ് വൈറ്റ് ടീം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ചെറിയൊരു ലിവിങ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഡൈനിങ് വരുന്നത്. അപ്പോൾ ഒരു TV യൂണിറ്റും കബോർഡും ഒരു സെറ്റിയും ഇടാനുള്ളൊരു ചെറിയൊരു ലിവിങ് ഏരിയ കേട്ടോ. ലിവിങ് ഹാളിൻ്റെയും ഡൈനിങ് ഹാളിൻ്റെയും ഇടയിലായിട്ട് ഒരു ആർച്ച് വരുന്നുണ്ട് കേട്ടോ. ആ ആർച്ചിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്, ഫ്ലവേഴ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതിൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു വേറൊരു ഭംഗി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞെടുത്ത മോഡലിലാണ് കേട്ടോ അവർ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ മൾട്ടി വുഡിൽ തന്നെയാണ്, വുഡ് ആൻഡ് വൈറ്റ് തീമാണ്. അപ്പോൾ ലിവിങ് ഹാളിൽ നിന്ന് നേരെ നമ്മൾ ചെല്ലുന്നത് ഡൈനിങ് ഹാളിലേക്കാണ് കേട്ടോ. അപ്പോൾ ആ ആർച്ചാണിത്. അപ്പോൾ 2 സൈഡിലായിട്ട് ബോക്സുകളുണ്ട്. അപ്പോൾ ഇതാണ് ഡൈനിങ് ഹാൾ കേട്ടോ. അപ്പോൾ ഡൈനിങ് ഹാൾ ഇതാണ്. അപ്പോൾ ഡൈനിങ് ഹാളിൽ ഈ ടേബിളും ചെയറൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് മരം വാങ്ങി പറഞ്ഞു കൊടുത്ത് അങ്ങനെ ആശാരിയെ കൊണ്ട് നിർമ്മിച്ച ഡൈനിങ് ടേബിളാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടാവും. നമ്മൾ വാങ്ങണത് നമുക്ക് അത്ര വിശ്വാസമല്ല. അപ്പോൾ നമുക്ക് കുറച്ച് കാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് മരമൊക്കെ വാങ്ങി നമ്മളത് ആശാരിയെ കൊണ്ട് നിർമ്മിച്ചിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഹാളിൽ വരുന്നത് ഒരു ഷോക്കേസും അതിൻ്റെ ഇപ്പുറത്തായിട്ട് സ്റ്റഡി ടേബിൾ പോലെ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് വാഷ് ബേസാണ് കേട്ടോ. അപ്പോൾ വാഷ് ബേസും വരുന്നുണ്ട്. അപ്പോൾ ഷോക്കേസ് വന്നിട്ടുള്ളത് മൾട്ടി വുഡിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഷോക്കേസ്. അപ്പോൾ മൾട്ടി വുഡിൽ തന്നെയാണ്. അപ്പോൾ ഗ്ലാസ്സാണ് കേട്ടോ, ഡോറ് ഗ്ലാസ്സാണ്. അപ്പോൾ വൈറ്റും വുഡും തീം തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ എവിടെ നോക്കിയാൽ നമുക്കൊരു വൈറ്റും വുഡ് ആൻഡ് തീം കാണാം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ വുഡ് ആൻഡ് വൈറ്റ് തീം തന്നെയാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട് കേട്ടോ. വാഷ് ബേസിൻ്റെ വാൾ വന്നിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോണാണ്. പിന്നെ ഒരു ഗോൾഡൻ ടച്ചുള്ളൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. ഈ വാഷ് ബേസും നമ്മൾ മൾട്ടി വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വുഡ് ആൻഡ് വൈറ്റ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴെ നമുക്ക് സ്റ്റോണൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു ബോക്സും കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഫ്ലവേഴ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുകളിലായിട്ട് നമ്മൾ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹാങ്ങിങ് ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫാനോ സ്റ്റെയർ കേസിൻ്റെ താഴെ നമ്മൾ മൾട്ടി വുഡിൽ ഡെക്കറേറ്റീവായിട്ട് ഒരു ഡോറും പിന്നെ ഒരു ബോക്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡോറ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇൻവേർട്ടർ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡോറ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും മൾട്ടി വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വുഡ് ആൻഡ് വൈറ്റ് തീമാണ്. അപ്പോൾ സ്റ്റെയർ വന്നിട്ട് നമ്മൾ ഗ്ലാസ്സിലാണ് കേട്ടോ. അപ്പോൾ സ്റ്റീലും ഗ്ലാസും വുഡൊക്കെ ചേർന്നിട്ടാണ് നമ്മൾ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റെയർ കേസ് ഒരു ഗ്ലാസ് ടച്ച് വേണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സൈഡിലായിട്ട് അടുക്കളയ്ക്കുള്ള ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. അതും ഗ്ലാസ്സാണ് കേട്ടോ. ഡോറ് പകുതി ഗ്ലാസും വുഡുമാണ് അടുക്കളയ്ക്കുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ സൈഡിലായിട്ട് നമ്മളെ റൂമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു റൂം ഈ സൈഡ് സ്റ്റെയറിൻ്റെ തൊട്ടായിട്ടാണ് ഒരു റൂം കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഞങ്ങളൊരു റൂം കേട്ടോ. താഴെ 2 റൂമാണ് വന്നിട്ടുള്ളത്. അതിലെ റൂം ഇതാണ്. അപ്പോൾ ഈ കാണുന്ന കട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ആശാരിയെ കൊണ്ട് മരം വാങ്ങിച്ച് ആശാരിയെ കൊണ്ട് ഉണ്ടാക്കിച്ച കട്ടിലാണ് കേട്ടോ അത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കട്ടിൽ വാങ്ങുന്നതിനേക്കാട്ടും റേറ്റാണ് കേട്ടോ നമുക്കത് ഉണ്ടാക്കി കിട്ടണമെങ്കിൽ. പക്ഷേ നമ്മൾ ക്വാളിറ്റി നോക്കിയിട്ടാണ് മരം വെച്ച് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അവിടെ ഒരു വിൻഡോ ഉണ്ട്, അപ്പോൾ കർട്ടനുണ്ട്. ഫ്രണ്ടിലായിട്ട് ഒരു അലമാര കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വുഡിലാണ് നമ്മൾ അലമാര കൊടുത്തിട്ടുള്ളത്. ഒരു മിററും ഉണ്ട്. അപ്പോൾ മുകളിൽ നമ്മൾ ജിപ്സം വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് കേട്ടോ.
I begin to. I begin to.